ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഭരണകൂടം എങ്ങനെയൊക്കെയാണ് ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് റഷ്യ എന്ന മഹാരാജ്യം. ലെനിൻ്റെ 100ാം ചരമവാർഷിക വർഷത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഭൂമികയായിരുന്ന റഷ്യയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എന്താണ് കമ്മ്യൂണിസവും സോഷ്യലിസവും അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് കാണാം. റഷ്യയുടെ അവസ്ഥയെടുത്താൽ പെട്രോളിയത്തിന് പെട്രോളിയം, പ്രകൃതിവാതകത്തിന് പ്രകൃതിവാതകം, ഇരുമ്പ്, ചെമ്പ്, സ്വർണം, വജ്രം, പ്ലാറ്റിനം തുടങ്ങിയ സകലമാന ധാതുക്കളും നിറഞ്ഞ മണ്ണ്, സമൃദ്ധമായ വനങ്ങൾ, ഭൂമിയിലെ ഏറ്റവും വലിപ്പം കൂടിയ രാജ്യം, ജനസംഖ്യ വെറും 14 കോടി മാത്രം, സാഹിത്യത്തിലും സയൻസിലും ടെക്നോളജിയിലുമെല്ലാം മികവ് പുലർത്തുന്ന ബുദ്ധിയുള്ള ജനത. ഇത്രത്തോളം പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടും ഇന്നും റഷ്യയ്ക്ക് ഒരു വികസിത രാജ്യമായി മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരങ്ങളാണ് കമ്മ്യൂണിസവും സോഷ്യലിസവും. രാജ്യത്തെ വിഭവങ്ങൾ ഗുണപ്രദമായ രീതിയിൽ വിനിയോഗിച്ച് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം അഥവാ എന്റർപ്രൈസിംഗ് സിസ്റ്റം ഒരു കാലത്തും റഷ്യയിൽ രൂപപ്പെട്ടില്ല. സാർ ചക്രവർത്തിയുടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള കുടുംബത്തെ കൂട്ടക്കൊല ചെയ്ത് ചോരക്കുരുതിയിലൂടെ അധികാരം പിടിച്ചെടുത്ത ലെനിൻ എല്ലാ അധികാരവും തന്നിലേക്കും തന്റെ പാർട്ടിയിലേക്കും കേന്ദ്രീകരിച്ചു. ജനങ്ങൾക്ക് ശ്വാസം വിടുന്നതിനും മൂത്രമൊഴിക്കുന്നതിനും പാർട്ടി കമ്മീസർമാരുടെ അനുവാദത്തിന് കാത്തുനിൽക്കേണ്ടി വന്നു. സർവത്ര ദേശസാൽക്കരണത്തിലൂടെ കൃഷിയും വാണിജ്യവും വ്യവസായവും എല്ലാം പാർട്ടിയുടെ പരമോന്നത നേതാവിന്റെ കാൽച്ചുവട്ടിലായി. വ്യക്തി എന്നത് സമൂഹത്തിനു വേണ്ടി അടിമ ജീവിതം നയിക്കേണ്ട അല്ലെങ്കിൽ ജീവത്യാഗം ചെയ്യേണ്ട ഒരു വിലയുമില്ലാത്ത ബഹുകോശ ജീവിയായി ചുരുങ്ങുന്ന അവസ്ഥയിലേക്കെത്തി. 1924 ലെനിൻ മരിച്ചപ്പോൾ കൊടുംഭീകരനായ സ്റ്റാലിൻ അധികാരത്തിലേറി. അയാൾ അഴിച്ചുവിട്ട മരണത്തിന്റെ കൊടുങ്കാറ്റിൽ ലക്ഷങ്ങളുടെ ജീവൻ പൊലിഞ്ഞുപോയി. അവശേഷിച്ചവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചപ്പോൾ വ്യാവസായിക ഉൽപാദനം വളർന്നു. സോവിയറ്റ് യൂണിയൻ വികസിതമായി മാറിയെന്ന് പാർട്ടി പ്രൊപ്പഗാൻഡ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. ഇരുമ്പറയ്ക്കുള്ളിൽ നടക്കുന്നതെന്താണെന്നറിയാതെ പലരും ഈ അസത്യ പ്രചരണം ഏറ്റെടുത്തു. അമേരിക്കയുമായുള്ള ബഹിരാകാശ മത്സരത്തിലും ശീതയുദ്ധത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച സോവിയറ്റ് ഭരണാധികാരികൾക്ക് ജനക്ഷേമത്തിൽ ഒരു താല്പര്യവുമില്ലായിരുന്നു. മർദ്ദനോപകരണങ്ങൾ ചുഴറ്റിക്കെട്ടിപ്പടുത്ത കൂട്ടുകൃഷിയിടങ്ങൾ അടപടലം തകർന്നു. ചെകുത്താൻ കുതന്ത്രങ്ങളിലൂടെ നേടിയെടുത്ത വ്യാവസായിക വളർച്ച താഴേക്ക് കൂപ്പുകുത്തി. ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും നിർമ്മിക്കുന്നതിൽ അത്യുത്സാഹം കാട്ടിയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ജനങ്ങൾക്ക് നിത്യനിദാനത്തിന് വേണ്ട ആവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ടു. കൊടും തണുപ്പിൽ നിന്ന് രക്ഷ നേടാനുള്ള ജാക്കറ്റ് പോലും കിട്ടാതെയായി. റൊട്ടിക്കും പാലിനും റേഷൻ ഏർപ്പെടുത്തിയപ്പോൾ ജനം ക്യൂവിൽ നിന്ന് നട്ടം തിരിഞ്ഞു. സകല മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിട്ടും ഭയത്താൽ കൂമ്പി നിശബ്ദമായി പോയ റഷ്യൻ ജനത ഭക്ഷണവും ആവശ്യ വസ്തുക്കളും കിട്ടാത്ത അവസ്ഥയിൽ തെരുവിലിറങ്ങി. സോവിയറ്റ് യൂണിയൻ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. എണ്ണയും പ്രകൃതിവാദവും മിനറൽസും എല്ലാം കൊണ്ടും സമ്പന്നമായ ഒരു രാജ്യത്തെ പേക്കോലമാക്കി മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഡോക്മയാണ്. പ്രകൃതി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി രാജ്യത്തിന്റെ സമ്പത്ത് വളർത്തുന്നതിനുള്ള എന്റർപ്രൈസ് എക്കോണമി റഷ്യയിൽ ഒരു കാലത്തും വികസിച്ചില്ല. ഏക പാർട്ടി സർവാധിപത്യത്തിൽ സകലതും സർവ്വതും പരമോന്നത നേതാവിന്റെ ഭ്രാന്തൻ നയങ്ങൾക്ക് കീഴ്പ്പെട്ടപ്പോൾ കർഷകരും തൊഴിലാളികളും പട്ടിണി തുല്യമായി പങ്കുവച്ചു. അതേസമയം ജനാധിപത്യത്തിലൂടെ റൂൾ ഓഫ് ലോയിലൂടെ റഷ്യയുടെ അയൽ രാജ്യങ്ങളായ ഫിൻലൻഡും നോർവേയും ലിബറൽ ഡെമോക്രസിയുടെ ഉദാത്ത മാതൃകയായി വളർന്നു വന്നു. സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയും ജനാധിപത്യവും മാനവികതയുടെ ശത്രുക്കളാണെന്ന് പ്രചരിപ്പിച്ച പിന്തിരിപ്പൻ ആശയമാണ് മാർക്സിസവും ലെനിനിസവും. സ്റ്റാലിനും മാവോയും പോൾപോട്ടും കിങ് ജോങ്ങും എല്ലാം ലെനിനിസത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. കേന്ദ്രീകൃത ജനാധിപത്യം എന്ന തട്ടിപ്പിലൂടെ അധികാരവും പവറും പണവുമെല്ലാം ഒരൊറ്റ വ്യക്തിയിൽ ഒരൊറ്റ പാർട്ടിയിൽ കേന്ദ്രീകരിക്കുന്ന ക്രൂരമായ സർവാധിപത്യ പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് മാർക്സിസം അഥവാ ലെനിനിസം. എണ്ണ സമ്പന്നമായ വെനസ്വലയും ലോകത്തെ ഏറ്റവും മനോഹരമായ ബീച്ചുകളുള്ള ക്യൂബയും പരമദരിദ്രമായി തുടരുന്നത് ലെനിന്റെ അപഹാരം മൂലമാണ്. ഉത്തര കൊറിയ ഏഷ്യയിലെ അന്ധകാര തുരുത്തായി മാറിയതും ഇതേ പ്രത്യയശാസ്ത്രത്തിന്റെ വിഷദംശനമേറ്റാണ്. 20ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ജീവനെടുത്ത പട്ടിണിയിൽ മുക്കിക്കൊന്ന രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവെന്ന പേരിലാണ് 100ാം ചരമവാർഷികത്തിലും വ്ളാഡിമിർ ലെനിനെ ജനാധിപത്യ ലോകം അടയാളപ്പെടുത്തുന്നത്. മരിച്ചുപോയ പരമോന്നത നേതാവിന്റെ ജഡം സംസ്കരിക്കാതെ സൂക്ഷിക്കുന്ന വ്യക്തിപൂജയും വിഗ്രഹവത്കരണവും നിലനിൽക്കുന്ന പുരാവസ്തു മൂല്യമുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ലെനിനിസം ഇന്നത്തെ കാലത്ത്. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിയുമ്പോഴും ഈ പറയുന്ന 2 ആശയ സംഹിതകളെയും പടിക്ക് പുറത്തു നിർത്തി എന്നുള്ളതാണ് ഇന്ത്യ മഹാരാജ്യം ചെയ്ത ഏറ്റവും നല്ല കാര്യം. ഇന്ത്യയുടെ ഭാവി ശോഭനമാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. മതമില്ല എന്നും ദൈവമില്ല എന്നും പറയുന്ന ഇതേ ലെനിനിസവും മാർക്സിസവും തന്നെയാണ് 4ാം മതം. 3 പ്രമുഖ മതങ്ങളെ കൂടാതെ നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന 4ാമത്തെ മതമാണ് കമ്മ്യൂണിസം. നമ്മുടെ ചുറ്റുമൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ഒരു മതത്തിന്റെ എല്ലാ ചട്ടക്കൂടുകളുമുണ്ട് ഇന്ന് കമ്മ്യൂണിസത്തിന്.
ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നാലാം മതമെന്ന് കമ്മ്യൂണിസത്തെ വിശേഷിപ്പിക്കേണ്ടി വരുന്നതും.